എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം അലർജി അന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? നമ്മുടെ അടുത്ത് വരുന്ന അധികം ആളുകളും പറയാറുണ്ട് അവരുടെ ഫാമിലിയിലൊന്നും ആർക്കും അലർജി ഇല്ല, പക്ഷെ എന്തുകൊണ്ട് അവർക്ക് മാത്രം സ്ട്രോങ് ആയിട്ട് അലർജി കാണിക്കുന്നു എന്നുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ ഇമ്മ്യൂണിറ്റി വളരെയധികം ലോ ആണ് എന്നുള്ളതാണ്. ഇമ്മ്യൂണിറ്റി വളരെയധികം കുറഞ്ഞ ആളുകളിലാണ് ഈ അലർജി ടെൻഡൻസി കൂടുതലായിട്ട് കാണുന്നത്. ഏതെങ്കിലും പുറത്തുനിന്ന് ഒരു അലർജൻസ് വരുമ്പോൾ തന്നെ അവരുടെ ശരീരം ഓവറായിട്ട് അതിനെതിരെ പ്രതികരിക്കുകയാണ്. ഈ ഒരു പ്രതിപ്രവർത്തനം തന്നെയാണ് അലർജി കൂടാൻ പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ COVID-19 ശേഷം അധിക ആളുകളുടെയും ഇമ്മ്യൂണിറ്റിയിൽ കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. ഇതുകൊണ്ടും കൂടുതലായിട്ട് അലർജി ആളുകളിൽ ഉണ്ടാവുന്നുണ്ട്. അലർജിയുടെ ബുദ്ധിമുട്ട് വളരെയധികം കുറച്ചു മാത്രം ഉണ്ടായിരുന്ന ആളുകൾക്ക് COVID-19 ശേഷം അത് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു. അതോടൊപ്പം തന്നെ അതുവരെ അലർജി ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ കൂടുതലായിട്ട് അലർജി കാണിക്കാനും ഈ ഒരു COVID-19 കാരണമായിട്ടുണ്ട്. ഈ COVID-19 ശേഷം ശ്വാസകോശത്തിന് കാര്യമായിട്ടുള്ള ബലക്കുറവും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കാരണമാണ് കൂടുതലായിട്ട് അലർജി ടെൻഡൻസി ഇപ്പം കാണുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പൊ നോൺ അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി തന്നെയുണ്ട്. ഇതിന് കാരണം അലർജി അല്ല. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അലർജി ടെസ്റ്റുകളൊന്നും കാണിക്കില്ല, എന്നാൽ അലർജിയുടെ അതേ സിംറ്റംസ് ആയിരിക്കും കാണിക്കുക. അത് ഏകദേശം ഒരു 18-20 വയസ്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററി ഒന്നും വേണമെന്നില്ല. അതിന് പ്രധാനമായിട്ടുള്ള കാരണം നമ്മൾ ടെമ്പറേച്ചർ ചേഞ്ചസ്, അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്നുള്ള സ്പ്രേ അടിക്കുക, അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷം സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ, ഇതൊക്കെ കാരണമാണ് ഈ തരത്തിലുള്ള ഒരു അലർജിക് റൈനൈറ്റിസ് ഉണ്ടാവുന്നത്. പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു അലർജി ടെൻഡൻസി ബോഡി കാണിക്കുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി കുറവ് തന്നെയാണ്. ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ഭക്ഷണ രീതികളും ജീവിതശൈലികളും വളർത്തിയെടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഈ പറഞ്ഞതിൽ ഏതാണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്? താഴെ കമന്റ് ചെയ്യൂ.